അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മീനച്ചാറാണ് തയ്യാറാക്കുന്നത്. അയല വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മീനച്ചാർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ ഞാൻ 1 കിലോ അയല എടുത്തിട്ടുണ്ട്. അയല ക്ലീൻ ആക്കി എടുത്ത ശേഷം അധികം കട്ടിയില്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുള്ളൊന്നും മാറ്റിയിട്ടില്ല, മുള്ളോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മസാല ആദ്യം വേറൊരു പാത്രത്തിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സായി വരാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പൊടിഞ്ഞു പോവാതെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മീനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് മസാല പിടിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അച്ചാറിടാനുള്ളതല്ലേ. അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നോളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ മീൻ ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. മീൻ ഞാനിപ്പോൾ മുഴുവനും നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്രൈ ആയി വരണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അച്ചാറിലേക്ക് കുറച്ച് അധികം ഓയിൽ വേണം, എന്നാലേ അച്ചാർ പെട്ടെന്നൊന്നും കേടാവാതിരിക്കുള്ളൂ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഓയിൽ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ലെണ്ണ എടുക്കാം. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഇനി കടുകൊന്ന് പൊട്ടി തുടങ്ങിയതിലേക്ക് 1/2 കപ്പ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 4-5 പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നായിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഈ മസാലകളൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഇതിലുള്ള ഗ്രേവിയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ദിവസം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്തുതന്നെ വെക്കാനുള്ളതാണെങ്കിൽ വെള്ളം ചേർക്കണ്ട, വിനാഗിരി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഈ അച്ചാർ ഒരു 3-4 ദിവസമൊക്കെ ഒന്ന് പാകമായി വരാൻ വേണ്ടി പുറത്ത് വെച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മളിത് എടുക്കാൻ തുടങ്ങിയാൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ടും ഒരു 10 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളൂ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി അച്ചാർ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറി വന്ന ശേഷം വേണം ബോട്ടിലാക്കി വെക്കാൻ. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ആക്കി വെക്കാതെ
നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ചില്ല് കുപ്പിയിലാക്കി വെക്കണം. ഇതിപ്പോൾ ചൂടാറി വന്നപ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നല്ലൊരു എയർ ടൈറ്റ് ബോട്ടിലാക്കിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. എന്നാലും ഇതിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. നമ്മളിത് എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മീനച്ചാർ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.